കേരളത്തിലെ UDF-ന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്നവരെ പോലും നിരാശയിലാഴ്ത്തുന്ന നിലയിലാണ് ഈ സർക്കാരിന്റെ ആദ്യ സൂചനകൾ. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച അരക്ഷിതാവസ്ഥയുടേതാണ്, വിദ്വേഷത്തിൻ്റെതാണ്. SIR-ഉം CAA-എല്ലാം ഭാവിയിൽ അനഭിമതരെ രാജ്യത്തിന്റെ പുറത്തേക്ക് ആട്ടിയോടിക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുന്ന സംഘപരിവാരത്തിന്റെ ഗൂഢ അജണ്ടകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനോട് പൊരുതി നിന്ന നാടാണ് ഈ കേരളം. സംഘപരിവാർ ഫാസിസത്തോട്, കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തോട് ഇഞ്ചോടിഞ്ചും പൊരുതി നിന്ന ഇന്ത്യയിലെ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്നു ഈ കേരളം. പക്ഷെ പുതിയ സർക്കാർ വന്നപ്പോഴോ സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം മുതൽ മാറ്റത്തിന്റെ കാറ്റ് വീശി. എന്തു മാറ്റം? വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടു. വന്ദേ മാതരത്തോട് ആർക്കും വിരോധമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ സാഹിത്യ ചരിത്രത്തിൽ വന്ദേ മാതരത്തിന് ഒരു ഇടമുണ്ട്. എന്നാൽ വന്ദേ മാതരത്തിലെ ചില വരികൾ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നതല്ല എന്ന വിലയിരുത്തലിന്റെ ഭാഗമായി രാഷ്ട്രശില്പികളായ ഇന്ത്യയുടെ മഹാനേതൃത്വം ഭരണഘടനാ നിർമ്മാണ വേളയുടെയൊക്കെ സന്ദർഭത്തിൽ തന്നെ ഒരു പൊതു തീരുമാനത്തിലെത്തി. വന്ദേ മാതരത്തിന്റെ ആദ്യ വരികൾ ദേശീയ ഗീതമായി നിലനിർത്താം, അത് മതി, മുഴുവൻ വേണ്ട, ആദ്യ വരി മതി. അതാണ് തീരുമാനം, ഇന്ത്യയുടെ തീരുമാനം. ഇപ്പൊ RSS തീരുമാനിച്ചിരിക്കുന്നു, അതുപോരാ, മുഴുവൻ ചൊല്ലണം. അത് RSSന്റെ തീരുമാനമാണ്, മുഴുവൻ ചൊല്ലണം. വന്ദേ മാതരവും ജയ് ശ്രീറാം എന്ന വാക്കും ഇന്നത്തെ ഇന്ത്യയിൽ RSS തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നേർക്ക് പുറപ്പെടുവിക്കുന്ന ഒരു മരണ വാറണ്ടായി മാറി. അതാണ് യാഥാർത്ഥ്യം. കൊല്ലാനുള്ള ഒരു ആയുധമായി ഇപ്പോ വന്ദേ മാതരത്തെ RSS ഉപയോഗിക്കുകയാണ്. ഗുജറാത്തിലെ വംശഹത്യയുടെ നാളിൽ കൊല്ലപ്പെട്ട ഇസാൻ ജാഫറിയുടെ അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, വയോധികനായ കവിയായ ഇസാൻ ജാഫറി. അദ്ദേഹത്തെ കൊല്ലാൻ പാഞ്ഞെടുത്ത വർഗീയവാദികൾ ആജ്ഞാപിച്ചത് ഈ വന്ദേ മാതരം ചൊല്ലാനാണ്. വന്ദേ മാതരം ചൊല്ലണം. അദ്ദേഹം വഴങ്ങിയില്ല. ഓരോരുത്തരുടെയും നിലപാടാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പുറം ലോകത്തെത്തിയ വസ്തുതാന്വേഷണ സംഘം പുറത്തുവിട്ട വിവരം ഹൃദയഭേദകമാണ്. ആ വന്ധ്യവയോധികനെ നഗ്നനാക്കി നടത്തിക്കൊണ്ടുവന്ന് വന്ദേ മാതരം ചൊല്ലാൻ ആജ്ഞാപിച്ച് വഴങ്ങാതെ നിന്നപ്പോൾ ആദ്യം വിരലുകൾ മുറിച്ചു കളഞ്ഞു, പിന്നെ കൈ വെട്ടിമാറ്റി, കാല് വെട്ടിമാറ്റി, ആളുന്ന അഗ്നിയിലേക്ക് ആ ശരീരം എടുത്തെറിഞ്ഞ് ചുട്ടുകരിച്ചു. അതാണ് വർത്തമാനകാല ഇന്ത്യൻ പരിസരത്ത് RSS വന്ദേ മാതരത്തെ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അപ്പോഴാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പൂർണ്ണതോതിൽ മുഴങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞില്ല. ശരി, ആവട്ടെ. പക്ഷെ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ലോക് ഭവനെ പ്രതിഷേധം അറിയിക്കണ്ടേ? പ്രതിഷേധം അറിയിക്കാൻ ആർജവമില്ലെങ്കിൽ അസംതൃപ്തി അറിയിക്കണ്ടേ? അറിയിച്ചോ? ഉടനെ RSSന്റെ മുഖപത്രം ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം എഴുതി, മുഖപ്രസംഗം എഴുതി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ ഒരു BJP ഇതര ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഓർഗനൈസറിൽ ലേഖനം വരുന്നത് ആദ്യമാണ്. ആദ്യം RSSന്റെ അഭിനന്ദനം. അവിടെ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രത്തൻ കേൽക്കർ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പദവിയിൽ ഉണ്ടാവും, ആ കാര്യം ഉറപ്പ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവണോ? അതാണ് ചോദ്യം. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴാണ് കേട്ടത്? സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരനായ പ്രിയപ്പെട്ടവനായ രത്തൻ കേൽക്കർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത സർക്കുലറിൽ BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീൽ പതിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനെ BJPയുടെ ഓഫീസാക്കി മാറ്റിയ സംഘപരിവാരത്തിന്റെ വിനീത വിധേയൻ
അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളു. നിയമസഭയിൽ മുഴങ്ങിയ നയപ്രഖ്യാപന പ്രസംഗം, ഈ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വിമർശനം പോലുമില്ല, ഒരക്ഷരമില്ല. 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ, കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, കേരളീയരെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദുർബലമായ വാക്കുകൊണ്ടുപോലും പ്രതിരോധം തീർക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായില്ല. ഒരു ദശാബ്ദത്തിനു ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം കേട്ട ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഇത് ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് BJPയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു, അറിയിച്ചു. കേരളത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പൂച്ചെണ്ടു കൊടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ലേഖനം. നയപ്രഖ്യാപനം ഞങ്ങളുടേതു കൂടിയാണ് എന്ന BJPയുടെ പ്രസ്താവന, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പിന്തുണ. ഇതാണ് ഈ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോ ദിവസവും ജനവിരുദ്ധമായ തീരുമാനങ്ങളും, ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വഞ്ചനാപരമായ നിലപാടും, അത് സംബന്ധിച്ച വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിപൽക്കരമായ ഒരു സമീപനമാണ്. സംഘപരിവാരവുമായി കൈകോർത്ത് BJPയുടെ B ടീമായി ഈ കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സാധാരണ നിലയിലുള്ള ജീവിതം അസാധ്യമാവുന്ന നാടായി കേരളം മാറും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമ്മൾ കേൾക്കുന്ന അത്യന്തം അനുചിതമായ വാർത്തകൾ നാളെ ഇവിടേക്കും വരും. ഇത് ഇന്നലെ വരെ കേരളം സ്വീകരിച്ചിരുന്ന നിലപാടുകളെ ഇന്ന് അപ്രസക്തമാക്കി മാറ്റുന്ന ഒന്നായി നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ്. ഈ അപകടത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. ഞാൻ ചുരുക്കുകയാണ്. DYFIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ, എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ തുല്യരായി സമാധാനത്തോടെ, സംതൃപ്തമായി, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുകൂടി അർത്ഥമുണ്ട്. അങ്ങനെയല്ല അർത്ഥം, അങ്ങനെ കൂടി അർത്ഥമുണ്ട്. ആ മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ സംഘപരിവാർ വിദ്വേഷത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുനിച്ച് വിനീത വിധേയരായ ഭൃത്യരായിരിക്കുന്ന കേരളത്തിലെ UDFന്റെ ജനവിരുദ്ധതയെ തുറന്നു കാണിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ നാടിന്റെ യൗവനം കൂടുതൽ ഊർജ്ജസ്വലമായി സമരരംഗത്തിറങ്ങേണ്ട നാളുകളാണ് വരാൻ പോകുന്നതെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോഴുള്ളത്. ജീവൻ നൽകിയും നാടിനെ കാത്തവരാണ് ഇന്നലകളിൽ DYFI. വരും നാളുകളിലും ആ മഹാപാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് DYFI നാടിന്റെ പ്രതീക്ഷയ്ക്കൊത്തുയരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരർത്ഥത്തിൽ വരാനിരിക്കുന്ന സമര പ്രഖ്യാപനമാണ് ഇവിടെ ഓരോ സമ്മേളനത്തിൻ്റെയും വേദികളിൽ മുഴങ്ങുന്നതെന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നാടിൻ്റെ ഭാവിയെ കരുതി DYFI എന്ന 4 അക്ഷരങ്ങളെ, ആ 4 അക്ഷരങ്ങൾ ആലേഖനം ചെയ്ത ശുഭ്രപതാകയുടെ കീഴിൽ അണിനിരന്ന ഇന്നത്തെ യൗവനത്തെ നമുക്ക് ഇന്നലകളിലെ യൗവനത്തിന് മനസ്സറിഞ്ഞ് പിന്തുണയ്ക്കാം, അവർക്ക് കരുത്തു പകരാം എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കേവർക്കും പ്രിയങ്കരനായ സഖാവ് കോടിയേരിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമ്മേളന വേദിയിൽ DYFIയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അഭിവാദ്യം.